ഒരു ഗെയിം പിസി പണിയാൻ നേരത്ത് അതിന്റെ മെയിൻ ആയിട്ടുള്ള കമ്പോണന്റ് എന്ന് പറയുന്നത് ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഈ ഗ്രാഫിക്സ് കാർഡില് ഇന്നത്തെ മാർക്കറ്റില് എൻവിഡിയ, എഎംഡി, ഇന്റൽ ഈ 3 ആൾക്കാരാണ് മെയിനായിട്ട് ഗ്രാഫിക്സ് കാർഡിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാർഡ്സുകൾ ഇറക്കുന്നത്. അപ്പോൾ നിങ്ങൾ സിസ്റ്റം പ്ലാൻ ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും, എന്തായിരിക്കും ഈ 3 കമ്പനികളുടെ വ്യത്യാസം? ഞാൻ ഏത് തിരഞ്ഞെടുക്കണം? എനിക്ക് ഏതാണ് ബെറ്റർ? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ കുറച്ച് ഒരു 4, 5 കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എവിടെയൊക്കെയാണ് ഈ കാർഡുകളുടെ വ്യത്യാസങ്ങൾ വരുന്നത്, എവിടെയൊക്കെയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ യൂസ് കേസിന് ചിലപ്പോൾ ഈ വീഡിയോ ഹെൽപ്പ് ചെയ്തേക്കാം. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഈ 3 പേരെക്കുറിച്ചും ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് ഇന്റൽ എന്ന് പറയുന്നത് ഒരു പുതിയ പ്ലെയർ ആണ് ഇതിൽ. അതായത് വെറും രണ്ടാമത്തെ ജനറേഷൻ കാർഡുകളാണ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. അതായത് ബാറ്റിൽ മേജ് എന്ന് പറയും ഇന്റലിൻ്റെ രണ്ടാമത്തെ ജനറേഷൻ കാർഡ്. ഇത് വളരെ വളരെ പുതിയതായിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഇന്റൽ. ഇവരുടെ ഗ്രാഫിക്സ് കാർഡ് ഈ ജനറേഷനിൽ ഇറങ്ങിയത് B50 എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. ഞാൻ പേഴ്സണലി ഒരു 4-5 മാസം ഉപയോഗിച്ച കാർഡാണ്. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. AMD എന്ന് പറയുന്നത് എന്താ പറയുക, ഇപ്പം നമ്മളുടെ ഈ മൊബൈൽ മാർക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആപ്പിൾ എന്ന് പറയണത് എൻവിഡിയ ആണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും AMD എന്നുള്ളൊരു ഇതിലാണ്. എന്ന് വെച്ചാൽ ചെറിയൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. അതായത് AMD ബഡ്ജറ്റ് ബോളേഴ്സിൻ്റെ ഒരു ഡ്രീമാണ്. അതായത് അത്യാവശ്യം റേറ്റ് കുറവുമായിരിക്കും. അത്യാവശ്യം VRAMൽ അവർ പിശുക്കാറില്ല. നല്ല VRAമുള്ള കാർഡുകൾ തരുന്ന. VRAM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റേഴ്സൊക്കെ ലോഡ് ചെയ്യാനായിട്ടും മറ്റുള്ള ചില പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ റൺ ചെയ്യാനായിട്ട് VRAM ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് AMD VRAM കൂടുതലുള്ള എല്ലാം ഉള്ളതല്ല, അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കാർഡാണ് AMD. എൻവിഡിയ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് ലെവലിൽ എൻവിഡിയക്ക് ഒരു കോമ്പറ്റീഷൻ ഈ പറഞ്ഞിട്ടുള്ള AMDയും ഇന്റലും ഇവർക്ക് കോമ്പറ്റീഷൻ ഇല്ല. എൻവിഡിയ ഇപ്പോൾ ഒരു ഗെയിമിംഗ് കമ്പനി അല്ല, അതൊരു AI കമ്പനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ 3 കമ്പനികളുടെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ഒന്നാമത്തെ കാര്യം, ഫ്യൂച്ചർ ടെക്നോളജി വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ 3 കമ്പനികളിൽ ഇപ്പോഴും ഈ അങ്ങോട്ടും ടോപ്പിൽ നിൽക്കാൻ വേണ്ടി പോകുന്ന കാർഡെന്ന് പറയുന്നത് എൻവിഡിയ ആണ്. എൻവിഡിയയുടെ ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഈ AI ഡെവലപ്മെൻറ്റുകൾ അല്ലെങ്കിൽ പല പല പ്രോഗ്രാമുകൾ, ഗെയിമിങ്ങിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന കുറേ ടെക്നോളജികൾ, ഇതെല്ലാം എൻവിഡിയക്ക് ഒരു വലിയൊരു ടീം തന്നെ ഉണ്ട് ഇതിൻ്റെ പുറകിൽ റിസർച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ടെക്നോളജി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻവിഡിയയാണ് ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു പ്ലെയർ. എൻവിഡിയക്ക് ഒരു കോമ്പറ്റീഷൻ തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിൽ ഇല്ല. ഈ 3 ഗെയിമിംഗ് GPUകൾക്കും ഒരു ടെക്നോളജി സിസ്റ്റം ഉണ്ട്. അതായത് അപ്സ്കെയിലിംഗ് എന്ന് പറയും ഇതിൻ്റെ. ഇന്റലിൻ്റെ അപ്സ്കെയിലിങ്ങിൻ്റെ പേരാണ് XeSS. അതേപോലെ AMDയുടെ അപ്സ്കെയിലിങ്ങിൻ്റെ പേരാണ് FSR. എൻവിഡിയയുടെ DLSS എന്ന് പറയും. ഇത് 3ഉം അപ്സ്കെയിലിംഗ് ടെക്കാണ്. അപ്സ്കെയിലിംഗ് ടെക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 4K ഗെയിം കളിക്കുന്ന പ്ലെയർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 4K ഗെയിം റോ ഗ്രാഫിക്സ് പവർ ഉപയോഗിച്ചിട്ട് റൺ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ്. നല്ല ഹൈ ലെവലിൽ ഉള്ള ഗ്രാഫിക്സ് കാർഡ് തന്നെ വേണ്ടി വരും. അപ്പോൾ ഇവിടെ ഈ അപ്സ്കെയിലിംഗ് ടെക്ക് എന്ന് പറയും. ഈ ഫോർ എക്സാമ്പിൾ എൻവിഡിയയുടെ ഒരു അപ്സ്കെയിലിംഗ് ടെക്ക് എടുക്കുകയാണെങ്കിൽ DLSS. ഈ ഒരു ടെക്നോളജി ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4K റെസൊല്യൂഷൻ റൺ ചെയ്യാനായിട്ട് ഇവർ DLSS എന്നുള്ള സംഭവം പ്രോഗ്രാം യൂസ് ചെയ്തുകൊണ്ടിട്ട് ഇന്റേണൽ റെസൊല്യൂഷൻ, ഗെയിം വരുന്ന ഇന്റേണൽ റെസൊല്യൂഷൻ്റെ ക്വാളിറ്റി കുറക്കും. അതായത് 4Kയിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു 1440p അല്ലെങ്കിൽ ആ ഒരു ലെവൽ 2Kയിലേക്ക് കുറച്ചിട്ട് അത് AI സ്കിൽസ് ഉപയോഗിച്ചുകൊണ്ടിട്ട് 4K ഔട്ട്പുട്ട് തരുന്ന രീതിയിൽ ഒരു ഇമേജ് അവർ കൊണ്ടുവരും. ഇതാണ് DLSSൻ്റെ സംഭവം ചെയ്യുന്നത്. ഇത് എൻവിഡിയ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെയിം സംഭവം തന്നെയാണ് AMDയുടെ FSRഉം XeSS ഇന്റൽ ഈ ഒരു ഇത് ചെയ്യുന്നത്. പക്ഷേ എൻവിഡിയയുടെ ഈ ഒരു ക്വാളിറ്റി, ഇമേജിൻ്റെ ക്വാളിറ്റി ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് എപ്പോഴും DLSSൻ്റെ അപ്സ്കെയിൽഡ് ആയിട്ടുള്ള 4K ഗെയിമിംഗ് ആണ്. അത് ക്വാളിറ്റി ലെവലിൽ നിന്നുള്ള ഒരു അപ്സ്കെയിലിംഗ് ഓപ്ഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ നേറ്റീവായിട്ട് ഗ്രാഫിക്സ് കാർഡിൻ്റെ റോ പവർ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജും അതല്ലാതെ ഈ എന്താ പറയുക ഈ അപ്സ്കെയിൽഡ് ആയിട്ടുള്ള ഇമേജും തമ്മിലുള്ള വ്യത്യാസം വളരെ മൈന്യൂട്ടാണ്. കാർഡ് കുറച്ചും കൂടി പവർ കുറച്ചേ വലിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊരു എൻവിഡിയയുടെ ഒരു ടെക്നോളജിയാണ്. ഇതിനും യാതൊരു തരത്തിലുള്ള കോമ്പറ്റീഷനും AMDയും ഇന്റലും തരുന്നില്ല. അപ്പോൾ ടെക്നോളജി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നമുക്കറിയാം ഇന്നത്തെ ഗെയിംസ് ഇറങ്ങുന്നത് അൺഒപ്റ്റിമൈസ്ഡ് ആയിട്ടാണ്. അതായത് ഒരു ചെറിയൊരു ഗെയിം ഇറങ്ങിയാൽ പോലും, അധികം ബഡ്ജറ്റില്ലാത്ത ഗെയിം ഇറങ്ങിയാൽ പോലും ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കില്ല. അതായത് നമ്മളുടെ ഗ്രാഫിക്സ് കാർഡ് അത്യാവശ്യം നല്ല രീതിയിൽ പവർ എടുക്കുകയും ചെയ്യും. ഇത് റൺ ചെയ്യാനായിട്ടുള്ള ഒരു പവർ ഗ്രാഫിക്സ് കാർഡിന് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഗെയിം അൺഒപ്റ്റിമൈസ്ഡ് ആയതുകൊണ്ടിട്ട് ആ ഒരു വേണ്ടത്ര റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇവിടെ എന്താ പറയുക, അപ്സ്കെയിലിംഗ് ഒരുപാട് യൂസ് ചെയ്യേണ്ടി വരും ഈ ടെക്നോളജി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫ്യൂച്ചറാണ് പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അത്ര നല്ലതല്ല, എന്നാലും അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എപ്പോഴും ടെക്നോളജി പരമായിട്ട് നോക്കുകയാണെങ്കിൽ എൻവിഡിയയുടെ കാർഡുകളെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പോരാത്തതിന് ഗെയിം സപ്പോർട്ട്.
അത്യാവശ്യം എൻവിഡിയ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഗെയിംസിന് എൻവിഡിയ ഒരു പാർട്ണറാണ്. അപ്പോൾ അവരുടെ ഗെയിംസ് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് വരാൻ സാധ്യത ഉണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ഒരു പെർസെൻറ്റേജ് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ടെക്നോളജി പരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻവിഡിയയാണ് ഈ ഒരു കാര്യത്തിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗെയിമർ എന്നുള്ള നിലയിൽ റേ ട്രേസിംഗ് എന്ന് പറയും. റേ ട്രേസിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇമേജിന് ഇപ്പോൾ ഈ ഒരു ഇമേജ് കാണുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അതായത് ഇത് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് ഇവർക്ക് സോഫ്റ്റ്വെയർ ഗെയിം എഞ്ചിനീയറിൽ വെച്ചിട്ട് റേ ട്രേസിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു ലൈറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് വരാൻ നേരത്ത് ഈ ഒരു ഭാഗത്തിൽ ഇതായിട്ടിരിക്കും ആ ഒരു രീതിയിൽ. അപ്പോൾ ലൈറ്റ് എങ്ങനെ റിയൽ വേൾഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ലൈറ്റ് എങ്ങനെ ബൗൺസ് ചെയ്യുന്നു, ഇതൊക്കെ ഇതാണ് റേ ട്രേസിങ്ങിൻ്റെ പരിപാടി. അപ്പോൾ അത് ഒരു ഇമേജിനൊരു ഡെപ്ത് തരും, റിയാലിറ്റി തരും, ഷാഡോസ് കാണാൻ പറ്റും, വെള്ളം ഉണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിഫ്ലക്ഷൻ നമുക്ക് ആ വെള്ളത്തിൽ കാണാൻ പറ്റും. ഇതൊക്കെയാണ് റേ ട്രേസിങ്. എൻവിഡിയയുടെ കാർഡുകൾ റേ ട്രേസിങ്ങിന് വേണ്ടിയിട്ടുള്ള റേ ട്രേസിങ് കോഴ്സ് എന്ന് പറയും. ആ കാർഡിൽ നല്ല രീതിയിൽ എന്താ പറയുക, റേ ട്രേസിങ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന കാർഡുകളാണ് എൻവിഡിയയുടെ റേ ട്രേസിങ് കാർഡുകൾ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാർഡുകളല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത്യാവശ്യം എന്നാലും അവരുടെ ടെക്നോളജിയിൽ റേ ട്രേസിങ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ DLSSൻ്റെ ഈ അപ്പ് സ്കെയിലിംഗ് ടെക്കിൽ റേ റീകൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ എല്ലാം എൻവിഡിയയുടെ ഒരു നല്ലൊരു എന്താ പറയുക അപ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങളൊരു ഗെയിമറാണ്, നിങ്ങൾ സിംഗിൾ അതായത് സ്റ്റോറി മോഡ് ഗെയിം കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇമേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, 4K റെസൊല്യൂഷൻ കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഈ റേ ട്രേസിംഗിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എൻവിഡിയയുടെ കാർഡുകൾ എടുക്കാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അതായത് ഒരു RTX 3060 12GB കാർഡ് വെച്ചിട്ടൊന്നും നമുക്ക് ഈ റേ ട്രേസിംഗ് പറഞ്ഞ ലെവലിൽ 4K റൺ ചെയ്യാൻ പറ്റില്ല. അതൊരു 1080p കാർഡുകളാണ് റേ ട്രേസിംഗ് വെച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്നാൽ പോലും റേ ട്രേസിംഗ് എന്നുള്ള ഫീച്ചർ എൻവിഡിയയുടെ കാർഡുകളാണ് ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇന്ത്യയിലാണ് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വരുന്നത്. ഏറ്റവും തേർഡ് ആയിരിക്കും AMDയുടെ കാർഡുകൾ. ഇപ്പോൾ ടെക്നോളജി നല്ല രീതിയിൽ മാറി വരുന്നുണ്ട്, പക്ഷേ അത്ര സ്റ്റേബിൾ അല്ല. ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ റേ ട്രേസിംഗ് പ്ലസ് ഈ ഇമേജ് അപ്പ് സ്കെയിലിംഗ് വരുന്ന റിസൾട്ട് അത്ര പോളിഷ്ഡ് അല്ല, എൻവിഡിയയുടെ അത്രയും ഇല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ റേ ട്രേസിംഗ് സംഭവം നിങ്ങൾ പ്രയോറിറ്റിയിലുണ്ടെന്നുണ്ടെങ്കിൽ എൻവിഡിയയുടെ കാർഡ് ചൂസ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, നിങ്ങളൊരു ഗെയിമർ അല്ല, ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഒരു എന്താ പറയുക, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ ക്രിയേറ്റർ ആണെന്നുള്ള രീതിയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എൻവിഡിയ കാർഡ് മാത്രം ചൂസ് ചെയ്യുക. അത് കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വേറൊരു വീഡിയോ ആണ്. അപ്പോൾ കണ്ടന്റ് ക്രിയേറ്റർ ഗെയിമിംഗ് അല്ലാതെ നിങ്ങൾ മറ്റുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ഉദ്ദേശിച്ചത് എന്താ പറയുക, റെൻഡറിങ്, മെഷീൻ ലേണിംഗ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ആ ഒരു സംഭവം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ബേസിക് ആയിട്ടുള്ള പറയുകയാണെങ്കിൽ സ്ട്രീമിംഗ്, ലൈവ് റെക്കോർഡിങ്, ഇതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എൻകോഡ് കാര്യങ്ങൾ ഇതെല്ലാം അതൊക്കെ ഒരു ടെക്നിക്കൽ മറ്റൊരു വീഡിയോ ആണ്. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഗെയിമിംഗ് അല്ലാതെ നിങ്ങൾക്ക് വേറെ പർപ്പസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ക്രിയേറ്റീവോ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പർപ്പസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എൻവിഡിയയുടെ കാർഡ് തന്നെ ചൂസ് ചെയ്യുക. നാലാമത്തെ കാര്യം ഡ്രൈവർ സപ്പോർട്ട്. അതായത് ഒരു പുതിയ ഗെയിം റിലീസ് ചെയ്യുമ്പോഴേക്കും അതിന് ഒരു ഡ്രൈവർ വേണം. അത് ഒരു സംഭവം ഡൗൺലോഡ് ചെയ്ത് കാർഡ് അതിന് വേണ്ടി തയ്യാറാക്കി വെക്കണം. അപ്പോൾ അതിന് എൻവിഡിയക്ക് ഒരു വൈഡ് റേഞ്ച് ഓഫ് ഡ്രൈവർ സപ്പോർട്ട് ഉണ്ട്. ഇപ്പോഴും പുതിയതായ സംഭവങ്ങളും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് പുറത്ത് കൊണ്ടുവരുന്നതും AMD ഇന്റൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു പടി മുന്നിൽ നിൽക്കുന്നത് എൻവിഡിയ തന്നെയാണ്. അപ്പോൾ ഡ്രൈവർ സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഗെയിംസിൻ്റെ ഡ്രൈവർ സപ്പോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും എൻവിഡിയ തന്നെയാണ് ഇവിടെയും ജയിച്ചിരിക്കുന്നത്. അഞ്ചാമത്തെ കാര്യം, ഇത് എത്ര പേർക്ക് ഇമ്പോർട്ടൻ്റ് ആകണം എന്നെനിക്കറിയില്ല, ഇലക്ട്രിസിറ്റി. AMDയുടെ കാർഡുകളെല്ലാം യൂഷ്വലി AMD പ്ലസ് ഇന്റലിൻ്റെ കുറച്ച് ഓവർ ഹെഡ് ഇഷ്യൂസ്, അതുവഴി കുറേ തെറ്റായിട്ടുള്ള പവർ ഡ്രോ സിസ്റ്റത്തിൽ പവർ ഡ്രോ തെറ്റായിട്ട് കാണിക്കുകയും പക്ഷേ റിയാലിറ്റിയിൽ നല്ല രീതിയിൽ പവർ വലിക്കുകയും അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്റലും AMDയും പവർ കൺസംഷൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു കാർഡുകളാണ്. ഫോർ എക്സാമ്പിൾ ഐഡിയൽ പവർ ഡ്രോ, അതായത് നിങ്ങൾ ഗെയിം കളിക്കുന്നില്ല, വെറുതെ മറ്റുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ പോലും കാർഡ് പവർ നല്ല രീതിയിൽ വലിക്കും. അതേസമയം എൻവിഡിയ ആണെന്നുണ്ടെങ്കിൽ അവർ യൂഷ്വലി പവർ ഡ്രോ ഗെയിമിങ്ങിലാണെങ്കിൽ പോലും ആ ഒരു എക്സ്ട്രീം പവർ ഡ്രോ ആ ഒരു കാർഡ് വലിക്കുന്നില്ല. അത് അവരുടെ ടെക്നോളജി ആയിരിക്കാം, നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു കാർഡാണ്. അപ്പോൾ കറണ്ട് കാഷിൻ്റെ ആ ഒരു രീതി ചിന്തിക്കുകയാണെങ്കിൽ അവിടെയും എൻവിഡിയ തന്നെയാണ് ജയിക്കുന്നത്. ഇനി പറയാൻ വേണ്ടി പോകുന്ന കാര്യമായിട്ട് അവസാനത്തെ കാര്യമാണ്, ഇവിടെ മാത്രമാണ് എൻവിഡിയ തോറ്റു പോകുന്നത്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും എന്താ പറയുക, ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും അപ്പ് സ്കെയിലിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡ്രൈവർ സപ്പോർട്ടിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും പവർ കൺസംഷൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള പ്രൊഡക്ടിവിറ്റി ആപ്സിൻ്റെ യൂസിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം എൻവിഡിയയാണ് ജയിക്കുന്നത്. എൻവിഡിയ തോറ്റു പോകുന്ന ഓരോ സ്ഥലം അവരുടെ പ്രൈസിംഗ് ആണ്. അതായത് ഇത്രയും ടെക്നോളജി, ഇത്രയും പ്രീമിയം ഒരു പ്രൊഡക്റ്റ് തരാൻ നേരത്ത് യൂഷ്വലി അവരുടെ പ്രൈസ് അത്രയും ആ ഒരു പ്രീമിയം ലെവൽ കാണിക്കും.
ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ എൻവിഡിയ എന്താ പറയുക, പ്രൈസിൻ്റെ കാര്യത്തിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് വരുന്നത് ഇന്റൽ പ്രൊഡക്ട്സ് ആണ്. അത് കഴിഞ്ഞിട്ട് AMD, അത് കഴിഞ്ഞിട്ടാണ് പ്രൈസിൻ്റെ കാര്യത്തിൽ എൻവിഡിയ ഏറ്റവും ലാസ്റ്റാണ്. അതായത് അവരുടെ ഒരു പ്രൊഡക്റ്റിന് പ്രീമിയം എമൗണ്ട്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആപ്പിളിൻ്റെ പ്രൊഡക്ട്സ് എന്നൊക്കെ പറയില്ല, ആപ്പിളിൻ്റെ പ്രൊഡക്ട്സിന് എപ്പോഴും പ്രീമിയം പ്രൈസാണ്. അതേപോലെ ഒരു പ്രീമിയം പ്രൊഡക്റ്റാണ് അവർ കൊണ്ടുവന്ന് നമ്മുടെ കയ്യിലേക്ക് തരുന്നത്. ഞാൻ AMD യൂസ് ചെയ്തിട്ടുണ്ട്, ഇന്റൽ യൂസ് ചെയ്തിട്ടുണ്ട്, എൻവിഡിയ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നും യൂസ് ചെയ്തത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏറ്റവും അവസാനം സിംഗിൾ പ്ലെയർ സ്റ്റോറി മോഡ് ഗ്രാഫിക്സ് ഒക്കെ എൻജോയ് ചെയ്ത് കളിക്കുന്ന ഒരു ഗെയിമറാണ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ യൂസിന് പിന്നെ ഞാൻ ഒരുപാട് ടൈമും സ്പെൻഡ് ചെയ്യും. ഞാൻ ഗെയിം കളിക്കാൻ നേരത്ത് റഷ് ചെയ്യാറില്ല. ജസ്റ്റ് ആ എൻവയറമെൻ്റ് ഒക്കെ നോക്കി എല്ലാം പതുക്കെ എൻജോയ് ചെയ്തേ കളിക്കാറുള്ളൂ. റേ ട്രേസിങ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ അവസാനം എൻവിഡിയയുടെ കാർഡാണ് ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സ്പോർട്സ് പ്ലെയർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു സ്ട്രീമിംഗ് PC ആയിട്ടൊക്കെയാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്, എൻവിഡിയുടെ ഒരു ചീപ്പ് കാർഡാണെങ്കിലും മതിയാവും. AMD ഇന്റലും കുഴപ്പമില്ല. സെക്കൻഡ് PC ആണ്, നിങ്ങൾ സ്ട്രീമിംഗ് ഡിവൈസ് ആയിട്ടാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എല്ലാം കൂടി ഓൾ ഇൻ വൺ PC ഒക്കെ പണിയാൻ നേരത്ത് ഒരു എന്താ പറയുക എൻവിഡിയ ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ ഒരു 1080p ഗെയിമിംഗ് സിസ്റ്റത്തിൽ ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പുതിയ കാർഡ് എന്ന് പറയുന്നത് എന്താ പറയുക RTX 3060 12GB കാർഡ് അവൈലബിൾ ആണ്. പിന്നെന്താ പറയുക, ഇന്റൽ നല്ലൊരു ഓപ്ഷനാണ്. ആ ഒരു ഏറ്റവും പുതിയ ജനറേഷൻ കാർഡാണ്. അവർ ഇമ്പ്രൂവ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇന്റലിൻ്റെ CPU കമ്പനിയൊക്കെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുമ്പോഴും അവരുടെ GPU ഡിപ്പാർട്ട്മെൻറ്റാണ് അവരെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയത്. നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാർഡാണ്. അപ്പോൾ ഇത്രയും വീഡിയോ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ ഒരുപാട് പറഞ്ഞുകൊണ്ടിട്ട് ചിലപ്പോൾ അവിടെ ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.